മലയാളി ഹാജിമാരും മക്കയിലേക്ക് എത്തിക്കഴിഞ്ഞു. സജീവമാവുകയാണ് വീണ്ടും ഒരു ഹജ്ജ് കാലം. ഒപ്പം തന്നെ മക്കയിലെ പരിശോധനകളും സജീവമായി തന്നെ തുടരുന്നു. യുദ്ധ പശ്ചാത്തലത്തിലെ ആശങ്കകൾ, വിമാനയാത്രയുമായി ബന്ധപ്പെട്ട നിയന്ത്രണങ്ങൾ, ഇവക്കിടയിലാണ് ജിദ്ദ വഴിയുള്ള ആദ്യ ഇന്ത്യൻ ഹാജിമാരുടെ സംഘത്തിൽ മലയാളികൾ മക്കയിലെത്തിയത്. ഹാജിമാരെ ജിദ്ദയിലെ ഹജ്ജ് ടെർമിനലിൽ കോൺസുൽ ജനറലിന്റെ നേതൃത്വത്തിൽ സ്വീകരിച്ചു. മക്കയിലെ താമസ സ്ഥലത്ത് വിവിധ മലയാളി സന്നദ്ധ സംഘടനകളും ഹജ്ജ് മിഷൻ ഉദ്യോഗസ്ഥരും ഊഷ്മള സ്വീകരണം ഒരുക്കി. നമ്മളെ ഇൻഷാ അല്ലാഹ് അള്ളാഹിൻ്റെ വലിയ തൗഫീഖ് കൊണ്ട് ഇന്ന് മക്കത്തെത്തിയിരിക്കുകയാണ്. ഇവിടെ ഞങ്ങൾക്കൊക്കെ വലിയ ആശങ്ക ഉണ്ടായിരുന്നു. ഇപ്പം നമ്മുടെ നാട്ടിലുള്ള പ്രയാസങ്ങളും യുദ്ധത്തിൻ്റെ ഒക്കെ ഭീതിയൊക്കെ ഉള്ളത് കൊണ്ട് വരാൻ കഴിയുമോ എന്നുള്ളൊരു സംശയം നമുക്കൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ മാറി ഇവിടെ ഇൻഷാ അല്ലാഹ് അള്ളാഹുവിൻ്റെ വലിയ തൗഫീഖ് കൊണ്ട് എത്താൻ കഴിഞ്ഞു. കോഴിക്കോട് നിന്ന് ഞങ്ങൾ പോകുന്നത് മുതൽ ഇവിടെ വരെ എത്തുന്നത് വരെ ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. യാത്രയൊക്കെ വളരെ സുഖമായിരുന്നു. അവിടെ ഹജ്ജ് ഹൗസിലാണെങ്കിലും അവിടെയുള്ള ആളുകളുടെ സ്വീകരണങ്ങൾ, അതുപോലെ നമുക്കുള്ള ഭക്ഷണങ്ങൾ, അതൊക്കെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഫുഡൊക്കെ ഞങ്ങൾക്ക് കിട്ടി. അൽഹംദുലില്ലാ, എല്ലാം വളരെ റാഹത്തായി, വളരെ പെട്ടെന്ന് ഞങ്ങൾക്ക് ഇവിടെ എത്താനും പറ്റി. സംസവും ഈന്തപ്പഴവും സമ്മാനങ്ങളും നൽകിയാണ് അള്ളാഹുവിന്റെ അതിഥികളെ മക്കക്കാർ പുണ്യഭൂമിയിലേക്ക് വരവേറ്റത്. പുണ്യഭൂമിയിലെത്തി വളരെ സന്തോഷമുണ്ട്. ആദ്യത്തെ വിമാനത്തിൽ തന്നെയാണ് ഞങ്ങൾക്ക് എത്താൻ കഴിഞ്ഞതിൽ അതിലേറെ സന്തോഷം ഉണ്ട്. ഏതായാലും മക്ബൂലും മബ്രൂറായ ഹജ്ജ് ഉംറയൊക്കെ ചെയ്യാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഉണ്ടാവാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുകയാണ്. അനധികൃത തീർത്ഥാടകരെ പിടികൂടാൻ മുമ്പെങ്ങുമില്ലാത്ത വിധം വ്യാപകമായ പരിശോധനകളാണ് മക്കയിലെങ്ങും നടക്കുന്നത്. നിരവധി മലയാളികളും പിടിയിലായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സന്നദ്ധ വളണ്ടിയർമാരും ഇത്തവണ ആശങ്കയിലാണ്. 1000-ഓളം വളണ്ടിയർമാർ ഒത്തുകൂടാറുള്ള സ്വീകരണ ചടങ്ങുകൾ ഇത്തവണ വളണ്ടിയർമാർക്ക് എത്തിച്ചേരാൻ കഴിയാതെ വന്നിട്ടുണ്ട്. വിവിധ സംഘടനകൾ സ്വീകരണ ചടങ്ങിൽ നിന്ന് വിട്ടുനിന്നു. ഹജ്ജ് വളണ്ടിയർ സേവനം സംബന്ധിച്ചും ആശങ്കകൾ ബാക്കി നിൽക്കുകയാണ്. പെർമിറ്റില്ലാതെ ഒരാൾക്കും മക്കയിൽ തുടരാനാകില്ല. എങ്കിലും സാധ്യമാകുന്നവരെല്ലാം സേവനത്തിലുണ്ട്. ഈ വർഷത്തെ ഹജ്ജ് സേവന പ്രവർത്തനങ്ങൾക്ക് ഇന്ന് ഇവിടെ തുടക്കം കുറിച്ചിരിക്കുകയാണ്. സംസ്ഥാന ഹജ്ജ് കമ്മിറ്റിയുടെ ആദ്യ വിമാനത്തിൽ പുറപ്പെട്ട ഹാജിമാർ പുലർച്ചെ 7 മണിയോടുകൂടി മക്കയിൽ എത്തിച്ചേർന്നു. മക്കയിൽ സൗദി നാഷണൽ KMCCയുടെ ഹജ്ജ് സെല്ലിൻ്റെ 100-ലധികം വരുന്ന വളണ്ടിയർമാരാണ് അവരെ സ്വീകരിച്ചത്. ഹാജിമാർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്യാൻ വേണ്ടി KMCCയുടെ വളണ്ടിയർമാർ തയ്യാറായിട്ടുണ്ട്. ആദ്യ ഹജ്ജ് ഈ പുണ്യഭൂമിയിൽ എത്തിയത് മുതൽ അവസാനത്തെ ഹാജിയും പുറപ്പെടുന്നവരെ മക്കയിലും മക്കയുടെ പരിസര പ്രദേശങ്ങളിലൊക്കെ അവർക്ക് വേണ്ട എല്ലാ മേഖലകളിലും പ്രവർത്തിക്കാൻ KMCCയുടെ വളണ്ടിയർമാർ തയ്യാറാണ് എന്നറിയിക്കുകയാണ്. കേന്ദ്ര ഹജ്ജ് കമ്മിറ്റി വഴി കേരളത്തിൽ നിന്നുള്ള ആദ്യ ഹജ്ജ് സംഘം ഇന്ന് വിശുദ്ധ ഭൂമിയിലെത്തിയിരിക്കുകയാണ്. ഇന്ന് രാവിലെ 7 മണിയോടുകൂടി വിശുദ്ധ ഭൂമിയിൽ ബിൽഡിംഗ് നമ്പർ 192 നമ്പർ ബിൽഡിങ്ങിലാണ് അസീസയിൽ ഹാജിമാർ എത്തിയത്. 172 ഹാജിമാരാണ് ഇവിടെ എത്തിയത്. ആദ്യത്തെ ഹാജി എത്തിയത് മുതൽ അവസാനത്തെ ഹാജിയും വിശുദ്ധ മക്കയോട് വിട പറയുന്നത് വരെ KMCCയുടെ വളണ്ടിയർമാർ ഹജ്ജിൻ്റെ പുണ്യകർമ്മങ്ങൾ നടക്കുന്ന എല്ലാ സ്ഥലങ്ങളിലും, മീനയിലും അറഫയിലും മുസ്ദലിഫയിലും അടക്കമുള്ള മുഴുവൻ ഏരിയകളിലും KMCCയുടെ വളണ്ടിയർമാർ ഉണ്ടായിരിക്കുന്നതാണ്. അതുപോലെ തന്നെ മദീനയിലും KMCCയുടെ വളണ്ടിയർമാർ വളരെ സജീവമായി രംഗത്തുണ്ട്. ഇന്ന് രാവിലെ 4:35 ജിദ്ദ എയർപോർട്ടിൽ ഇറങ്ങിയപ്പോൾ തന്നെ KMCCയുടെ ഹജ്ജ് വളണ്ടിയർമാർ ജിദ്ദ എയർപോർട്ടിൽ സ്വീകരിക്കുകയും അതോടുകൂടി 4 ബസ്സുകളിലായിട്ട് 172 ഹാജിമാർ വിശുദ്ധ ഭൂമിയിലെത്തിയപ്പോൾ ഇവിടെ പ്രഭാത ഭക്ഷണം നൽകിയാണ് KMCCയുടെ വളണ്ടിയർമാർ അവരെ സ്വീകരിച്ചത്. ഇനിയുള്ള ദിവസങ്ങളിലും KMCCയുടെ വളണ്ടിയർമാർ സജീവമായ രംഗത്ത് 24 മണിക്കൂറും ഞങ്ങൾ സേവന രംഗത്തുണ്ടായിരിക്കുന്നതാണ്. നാട്ടിൽ നിന്നുള്ള ഹജ്ജ് വളണ്ടിയർമാരോടൊപ്പമാണ് തീർത്ഥാടകർ എത്തിയത്. ഇഹ്റാം വസ്ത്രത്തിൽ എത്തിയ ഹാജിമാർ ഹജ്ജ് വളണ്ടിയർമാർക്കൊപ്പം ഹറമിലെത്തി ഉംറ പൂർത്തിയാക്കി. ഇന്ത്യൻ ഗവൺമെൻറ്റിൽ അപേക്ഷിച്ച ആളുകൾക്ക് വരാൻ കഴിഞ്ഞുള്ളൂ. പ്രൈവറ്റിൽ അപേക്ഷിച്ച നിരവധി ആളുകൾ, 50,000-ഓളം ആളുകൾ അവരുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കപ്പെടുമോ എന്നുള്ള ആശങ്കയിൽ നാട്ടിൽ വളരെ പ്രയാസത്തിൽ കഴിയുകയാണ്. അവർക്ക് വേണ്ടി ഇൻഷാ അല്ലാഹ് ഞങ്ങൾ പരിശുദ്ധ കഅബയുടെ ചാരത്ത് വെച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കും. അതുപോലെ നമ്മുടെ രാജ്യം, ഇന്ത്യ രാജ്യം വലിയ ഭീഷണിക്ക് നടുവിലാണ്. ആ ഭീഷണികൾ ഒഴിഞ്ഞുപോയി നമ്മുടെ നാട്ടിൽ സമാധാനവും സന്തോഷവും ഉണ്ടായി
നമ്മുടെ രാജ്യത്തിൻ്റെ മതേതരത്വവും സംസ്കാരവും നിലനിർത്തി ഐക്യത്തോടെ ജീവിക്കുന്ന സാഹചര്യങ്ങളും നമ്മുടെ നാട്ടിൽ എല്ലാവിധത്തിലുള്ള സന്തോഷങ്ങളും ഉണ്ടാകാൻ വേണ്ടി പരിശുദ്ധ ഭവനത്തിന് മുന്നിൽ ഞങ്ങൾ അള്ളാഹുവോട് കൈ ഉയർത്തി പ്രാർത്ഥിക്കും. അള്ളാഹു അത് സാധിപ്പിച്ചു തരുമാറാവട്ടെ. മക്കയിലെ അസീസിയയിലും നസീമിലുമാണ് ഇത്തവണ ഹാജിമാർക്ക് താമസം. ഇവിടെ നിന്ന് 24 മണിക്കൂറും ഹറമിലേക്ക് ബസ് സർവീസ് ഉണ്ട്. മക്കയിലെത്തിയ ഹാജിമാർ ഹജ്ജ് വരെ ഹറമിലെ പ്രാർത്ഥനകളിലും നമസ്കാരങ്ങളിലും പങ്കെടുത്ത് മക്കയിൽ തങ്ങും. ചരിത്ര സ്ഥലങ്ങളും സന്ദർശിക്കും. ഒരുപാട് കാലത്തെ ആഗ്രഹമാണ് ഇവിടെ എത്തിച്ചേർത്ത്. പഠിച്ചവൻ്റെ അനുഗ്രഹമുണ്ട്. ഒരുപാട് പേർക്ക് വരാൻ പറ്റാത്തതിലുള്ള സങ്കടമുണ്ട്. ഏതായാലും എല്ലാവരുടെയും പ്രാർത്ഥന പഠിച്ചു സ്വീകരിക്കട്ടെ. നമ്മളിവിടെ ദുആയിൽ ഉൾപ്പെടുത്തും. ഹജ്ജിന് ശേഷമായിരിക്കും മലയാളി ഹാജിമാരുടെ മദീന സന്ദർശനം. സ്വകാര്യ ഗ്രൂപ്പിലൂടെ എത്തേണ്ട 40,000-ലേറെ ഹാജിമാരുടെ യാത്ര ഇത്തവണ മുടങ്ങിയിട്ടുണ്ട്. ഇതിൽ നിരവധി മലയാളികളും ഉൾപ്പെടും.